നമസ്കാരം, ടൈം മീഡിയയിലേക്ക് സ്വാഗതം. കുറച്ചു നാളുകൾക്ക് മുൻപ് ടൈം മീഡിയയിൽ നിന്നും ലോകം ഭയക്കുന്ന ഇന്ത്യ എന്ന പേരിൽ ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു. ഇപ്പോൾ ഏതൊക്കെ മേഖലകളിൽ മറ്റ് ലോകരാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഇന്ത്യ മുന്നിട്ട് നിൽക്കുന്നുവെന്നും നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇന്ത്യ വലിയൊരു കുതിച്ചുചാട്ടത്തിനായി ഒരുങ്ങുകയാണെന്നും ഒക്കെയുള്ള റിപ്പോർട്ടിന് ധാരാളം ആളുകളാണ് കൈയടിച്ചത്. നമ്മൾ രാഷ്ട്രീയം പറയുന്നില്ല. ഇന്ത്യയിൽ ഒരു വികസന കുതിപ്പുണ്ടായാൽ അത് സാധാരണക്കാരെ അറിയിക്കുക, അത് ഈ ചാനലിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമാണ്. അത് ചെയ്യും. അല്ലാതെ നമ്മൾ പക്ഷം പറയില്ല. ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ട്രെയിൻ എഞ്ചിനുകളും ബോഗികളും ലോകരാജ്യങ്ങളിൽ ഓടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർ അതിന് വിശ്വസിക്കും? ഡീസലും വൈദ്യുതിയും കൂടാതെ ഹൈഡ്രജൻ സാങ്കേതിക വിദ്യയിൽ ഓടുന്ന ട്രെയിൻ ഇന്ത്യയുടെ ട്രാക്കിലേക്ക് ഇതായി ഇറങ്ങാൻ പോവുകയാണ്, നമ്മളൊക്കെ അത് കാണാൻ പോവുകയാണെന്നുള്ള വാർത്ത നിങ്ങളിൽ എത്ര പേർ കേട്ടിട്ടുണ്ട്? അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാത്തവരിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ദൗത്യം. ഈ രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ച വീഡിയോകളും ഉടൻ തന്നെ ടൈം മീഡിയ പുറത്തിറക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ മറ്റൊരു മുന്നേറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായി ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. നമ്മളുടെ നഴ്സുമാർ, മത്സ്യത്തൊഴിലാളികൾ, റബ്ബർ കർഷകർ തുടങ്ങി നിരവധി മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇതിന്റെ പ്രയോജനം വൈകാതെ തന്നെ ലഭിച്ചു തുടങ്ങുകയാണ്. കരാറുകളുടെ മാതാവ് അഥവാ മദർ ഓഫ് ഓൾ ഡീൽസ്, ഇങ്ങനെയാണ് ലോകം ഈ കരാറിനെ വിളിക്കുന്നത്. 20 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ചരിത്രപരമായ ആ കൈകോർക്കൽ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു തീരുമാനമാണിത്. നമ്മുടെ ചെമ്മീനും സുഗന്ധവ്യഞ്ജനങ്ങളും എന്തിന്, നമ്മുടെ നാട്ടിലെ നേഴ്സുമാർക്ക് വരെ യൂറോപ്പിലേക്ക് വളരെ വേഗത്തിൽ പറക്കാൻ ഇനി ചിറക് മുളയ്ക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ കരാർ? സാധാരണക്കാരായ നമ്മളെ ഇത് എങ്ങനെ ബാധിക്കും? ഈ കരാർ വന്നതുകൊണ്ട് റബ്ബർ കർഷകർക്ക് ആശങ്കപ്പെടാനുണ്ടെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. അത് സത്യമാണോ, വാസ്തവമുണ്ടോ? അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം. ഈ കഴിഞ്ഞ ദിവസം, കൃത്യമായി പറഞ്ഞാൽ 2026 ജനുവരി 27 ന്യൂഡൽഹിയിൽ വെച്ച് ഈ കരാർ ഒപ്പുവെച്ചത്. ലളിതമായി പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളുടെ നികുതി, ടാക്സ്, യൂറോപ്പ് പൂർണ്ണമായും ഒഴിവാക്കും. തിരിച്ച് യൂറോപ്പിൽ നിന്ന് വരുന്ന സാധനങ്ങളുടെ നികുതിയും ഇന്ത്യ കുറയ്ക്കും. യൂറോപ്യൻ യൂണിയൻ സമ്മതിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് അയക്കുന്ന 96% ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി ചുങ്കം ഒഴിവാക്കി നൽകാമെന്നാണ്. ഇത് കേരളത്തിന് നൽകുന്ന അവസരങ്ങൾ ചെറുതല്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. കേരളത്തിന് ഏറ്റവും വലിയ നേട്ടം ലഭിക്കുന്നത് മത്സ്യമേഖലയിലാണ്. ഇതുവരെ നമ്മുടെ ചെമ്മീനും കണവയ്ക്കും ഒക്കെ യൂറോപ്പിൽ 6% മുതൽ 26% വരെ നികുതി നൽകണമായിരുന്നു വിറ്റുപോകണമെങ്കിൽ. വിയറ്റ്നാം പോലെയുള്ള രാജ്യങ്ങളോട് മത്സരിക്കാൻ ഇത് നമുക്ക് വലിയൊരു തടസ്സമായിരുന്നു. എന്നാൽ ഈ പുതിയ കരാറോടെ ഈ നികുതി പൂർണ്ണമായും ഇല്ലാതാകുന്നു. അതായത് നമ്മളുടെ മത്സ്യവിഭവങ്ങൾ ഇനി കുറഞ്ഞ വിലയിൽ യൂറോപ്പിൽ നമുക്ക് വിൽക്കാം. കച്ചവടം പൊടിപിടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുപോലെ മറ്റൊന്നാണ് സുഗന്ധവ്യഞ്ജനങ്ങളും. കുരുമുളക്, ഏലം, കാപ്പി, തേയില എന്നിവയുടെ നികുതിയും ഒഴിവാക്കിയിട്ടുണ്ട്. ആലപ്പുഴയിലെ കയർ വ്യവസായത്തിനും ഇത് വലിയ ഉണർവാണ് നൽകാൻ പോകുന്നത്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധനങ്ങൾ മാത്രമല്ല, മനുഷ്യരും ഇനി അതിർത്തി കടക്കും. ഈ കരാറിന്റെ ഭാഗമായി ഒരു മൊബിലിറ്റി പാക്ട് ഒപ്പുവെച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ നേഴ്സുമാർക്ക് ഇതൊരു വലിയ സുവർണാവസരമാണ്. ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ നേഴ്സുമാർക്ക് ഇപ്പോഴും വലിയ ക്ഷാമമാണ്. അവിടെ ജോലി ലഭിക്കാനുള്ള വിസ നടപടികൾ ഇനി വളരെ എളുപ്പമാവും. നഴ്സിംഗ് ഡിഗ്രികൾ ഈ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം അംഗീകരിക്കാനും വിസ പ്രോസസ്സിംഗ് വെറും 2 ആഴ്ചയ്ക്കുള്ളിൽ തീർക്കാനുമാണ് ധാരണയായിരിക്കുന്നത്. കൂടാതെ IT പ്രൊഫഷണലുകൾക്കും ഇതേ ആനുകൂല്യം ലഭിക്കും. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും, യൂറോപ്പിൽ നിന്ന് റബ്ബർ ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ കർഷകരുടെ കാര്യം എന്താകുമെന്ന്. പേടിക്കണ്ട, കേരളത്തിലെ റബ്ബർ കർഷകരെ സംരക്ഷിക്കാൻ സർക്കാർ ഒരു മുൻകരുതൽ എടുത്തിട്ടുണ്ട്. പ്രകൃതിദത്ത റബ്ബർ, അതായത് നാച്ചുറൽ റബ്ബർ, പാൽ, അരി തുടങ്ങിയവയെ സെൻസിറ്റീവ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇവയുടെ ഇറക്കുമതി നികുതി കുറയ്ക്കില്ല. യൂറോപ്പിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് റബ്ബർ വന്ന് നമ്മളുടെ റബ്ബറിന്റെ വില ഇടിയാതിരിക്കാൻ ഇത് സഹായിക്കും. എന്നാൽ ടയർ പോലുള്ള റബ്ബർ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് നികുതി ഇളവ് ലഭിക്കുകയും ചെയ്യും. ഇനി മറ്റൊന്ന്, കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ്. യൂറോപ്പിൽ നിന്നുള്ള കാറുകളുടെ, ഉദാഹരണത്തിന് ഔഡി, BMW തുടങ്ങിയ കാറുകളുടെ നികുതി 110% നിലവിലുള്ളത്. ഇതിൽ നിന്നും 10% കുറയും. അതായത് 100ന്റെ വ്യത്യാസമുണ്ടാകുന്നു. ഒരു വർഷം 2.5 ലക്ഷം കാറുകൾ ഇറക്കുമതി ചെയ്യാൻ ഈ ഇളവ് ലഭിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മളുടെ പാതകളിലൂടെ ഔഡിയും BMWയും ഓട്ടോറിക്ഷ പോലെ പായുന്ന കാലവും വിദൂരമല്ല. ഇനി ലേശം വീശുന്നവർക്ക് വലിയൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. യൂറോപ്യൻ വൈനുകളുടെയും മദ്യത്തിന്റെയും നികുതി 150% നിന്ന് ഗണ്യമായി കുറയ്ക്കാൻ പോകുന്നു. വിദേശ മദ്യത്തിന്റെ വില കുറയാൻ ഇത് കാരണമാകും. മാത്രമല്ല, നാട്ടിൽ കിട്ടുന്ന ഈ കോഞ്ഞാട്ട സാധനങ്ങൾ ഉപേക്ഷിച്ച്
ഒത്തിരി ആഗ്രഹമുണ്ടായിട്ടും വില കൂടുതലാണല്ലോ എന്നതിന്റെ പേരിൽ ഇതുവരെ രുചിച്ചു നോക്കാൻ കഴിയാത്ത പല മുന്തിയ ലോകോത്തര ബ്രാൻഡുകളും നാട്ടിലെ കുടിയന്മാർക്ക് ഇഷ്ടാനുസരണം ലഭ്യമാകും. കാര്യങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ വെല്ലുവിളികളും ഉണ്ട്. യൂറോപ്പിലേക്ക് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവയുടെ ഗുണനിലവാരം, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പാലിക്കുക എന്നത് കടുപ്പമേറിയ ഒരു കാര്യം തന്നെയാണ്, പ്രത്യേകിച്ചും മത്സ്യങ്ങളുടെ കാര്യത്തിൽ. കൂടാതെ സ്റ്റീൽ പോലെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് കാർബൺ ടാക്സ് നൽകേണ്ടി വരും എന്നതും ഒരു വലിയ തലവേദന തന്നെയാണ്. എങ്കിലും മൊത്തത്തിൽ നോക്കിയാൽ കേരളത്തിന് ഇതൊരു ലോട്ടറി തന്നെയാണ്. കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഈ അവസരം നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നതിനനുസരിച്ചിരിക്കും ഈ കരാറിന്റെ വിജയം. ഏതായാലും നമ്മുടെ രാജ്യം മറ്റേത് കാലത്തെക്കാളും കൂടുതൽ ഉയരത്തിലേക്ക് കുതിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നു എന്നാണ് ഈ കരാറുകളൊക്കെ തെളിയിക്കുന്നത്. ഈ കരാറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? റബ്ബർ കർഷകർക്ക് ഈ സംരക്ഷണം മതിയാകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.